മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള മലയാളികൾ അരുണാചൽ പ്രദേശിൽ ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് അവരൊരു റൂമിൽ താമസിക്കുകയും അവിടെ വെച്ച് അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തതായിട്ടാണ് പ്രാഥമികമായിട്ട് വരുന്ന വാർത്ത. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നതോറും അതിനകത്ത് ഒരുപാട് ദുരൂഹതകളാണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. പക്ഷേ ഒരുപാട് രീതിയിൽ വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടുന്ന തരത്തിൽ ഒരുപാട് എലമെൻറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. ഒന്ന്, ഈ പറയുന്ന ആളുകൾ അവരെല്ലാവരും ആത്മഹത്യ നോട്ടിൽ എഴുതിയിരിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അവരുടെ ജീവിതം ഡെലിബറേറ്റായിട്ട് അവസാനിപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് അവർ സൂചിപ്പിക്കുന്നത്. അതായത് ഇതല്ലാതെ വേറെ ഗ്രഹങ്ങളിൽ എവിടെയോ നല്ല ജീവിതം സാധ്യമാണ്, അങ്ങനെയൊക്കെയുള്ള അത് പലപ്പോഴും ഇൻ്റർപ്രിട്ടേഷൻസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സൂചന അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ആരും കേട്ട് ശീലിച്ചിട്ടില്ലാതെ, നമ്മൾ ഇതുവരെ അങ്ങനെ മുൻപ് കേട്ടിട്ടില്ലാത്ത രീതിയിൽ മറ്റേതോ ഗ്രഹത്തിൽ നമ്മുടേതിനേക്കാളും സുഖകരമായിട്ടുള്ള ജീവിതം സാധ്യമാണ് എന്ന പ്രതീക്ഷയുടെ പുറത്ത് ഇവിടുത്തെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം അവസാനിപ്പിക്കാൻ 3 ചെറുപ്പക്കാർ തീരുമാനിച്ചു. അതിനവർ സ്വന്തം സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെയുള്ളൊരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തു. ഇങ്ങനെ പല രീതിയിൽ ആലോചിക്കുമ്പോഴും അതിനകത്ത് ഒരുപാട് വാർത്തയുടെ എലമെൻറ്റുകളുണ്ട്. പക്ഷേ ഈ വാർത്താ അതിനപ്പുറത്തേക്ക് അതിനെ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കാണേണ്ടത് പലപ്പോഴും അത് ചില വാർത്തകളിലെങ്കിലും ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് അവർ സംസാരിച്ചിരുന്നു. അതിലൊരാൾക്ക് മെയിൽ വന്നിരുന്നത് ശരിക്കും മറ്റൊരാളിൽ നിന്ന്, ആ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ആ മെയിൽ വേറൊരു അന്യഗ്രഹത്തിലുള്ള ആളായിട്ട് സംസാരിച്ചിരുന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് അന്യഗ്രഹങ്ങളുണ്ട്, അവിടെ ജീവികളുണ്ട്, നമ്മുടെ ഇതുള്ള ജീവിതം സാധ്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയത് ഈ പുതിയ യുഗത്തിൽ മാത്രമായിരിക്കും. കാരണം നമുക്ക് ഇന്ന് ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ഏലിയൻസിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത്. ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ, ഭൂമിയിൽ ഏലിയൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അത് പലപ്പോഴും വാർത്തകളായിട്ടോ അറിവുകളായിട്ടോ പോലും ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ സയൻറ്റിഫിക്കായിട്ട് സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ധാരണ എന്ന് പറയുന്നത് ഭൂമിയിലല്ലാതെ വേറെ എങ്ങും ജീവനുള്ളതായിട്ട് നമുക്ക് അറിയില്ല. അതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റ്. അവസാനത്തെ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ആ വാസ്തവം. അല്ലാതെ ജീവികളില്ല എന്ന് നമുക്കറിയില്ല, ജീവനില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതായത് സയൻറ്റിഫിക്കായിട്ടുള്ള യുക്തിപരമായിട്ട് നമ്മളതിനെ റീസൺ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയിൽ കാരണം അതിന് മാത്രം ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഭൂമിയെപ്പോലെ ജീവിതം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം, ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ദൂരം, ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം പരിഗണിക്കുമ്പോൾ നമ്മൾ അവരെ കാണാനോ അവരുടെ സാന്നിധ്യം അറിയാനോ പോലും സാധ്യതയില്ലാത്ത അത്രയും വിശാലമായ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുള്ളതായിട്ടുള്ള ക്ലെയിമുകളെല്ലാം വെറും ക്ലെയിമുകളോ അവകാശവാദങ്ങളോ തോന്നലുകളോ കഥകളോ മാത്രമാണ്. സയൻസിലൊന്നും അങ്ങനൊരു തെളിയിക്കപ്പെട്ട റിപ്പോർട്ടില്ല. പലയിടങ്ങളിലും വളരെ ആധികാരികമായിട്ട് ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ അറിവിൽ അന്യഗ്രഹത്തിൽ നിന്ന് നമ്മുടേതുപോലെ സങ്കീർണ്ണ ജീവിതമുള്ള സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജീവികൾ വന്നതായിട്ട് നാളിതുവരെ തെളിവുകളൊന്നും തന്നെയില്ല. അത്തരം കഥകളൊക്കെ ഒന്നുകിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ടായതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെയൊക്കെ പുറത്ത് ഏലിയൻസിനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരെ കൊണ്ട് പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയൊക്കെ ആയിരിക്കാം. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളില്ല. ഇവിടെ ഈ പർട്ടിക്കുലർ കാര്യങ്ങളിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ, ഇപ്പോൾ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നൊരു സൂപ്പർ നാച്ചുറൽ ക്ലെയിം ആണോ എന്ന് ചോദിക്കാം. കാരണം ഭൂമിയിൽ ജീവനുള്ളതുപോലെ മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാമെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടൊന്നുമില്ല, നാച്ചുറൽ തന്നെയാണ്. പക്ഷേ സയൻറ്റിഫിക്കലി നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ സംശയിക്കാൻ പോകുന്ന തെളിവുകൾ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ബേസ്ലെസ് ആയിട്ടുള്ള വിശ്വാസം മാത്രമാണത്. അപ്പോൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ജീവിതം വേറൊരു ഗ്രഹത്തിലുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് ചെന്നപ്പെടുകയും ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും അവരുടെ ഈ പുതിയ മീഡിയയുടെ വരവോടുകൂടിയുള്ള എക്സ്പോഷർ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ആ എക്സ്പോഷർ ഈ രീതിയിൽ സ്വാധീനിക്കുന്നതിന് പിന്നിലുള്ളത് അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ലിറ്ററസിയുടെ കുറവാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാലൂസിനേഷൻ തോന്നുന്ന രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനകത്ത് ശരികേടുണ്ട്. പക്ഷേ അത് ഒരു സാധ്യതയാണ്. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് വേറെ സാധ്യതയാണ്. മറ്റൊന്ന്, അവർ ഇതിൽ ശരിക്കും വിശ്വസിച്ച് പോയി എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അന്യഗ്രഹ ജീവികളിൽ അങ്ങനെ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അങ്ങനെ ഒരു ആശയം അവർക്ക് കിട്ടിയാൽ അതിനെ എങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യണം, അതിൽ വസ്തുനിഷ്ഠമായിട്ട് അത് എങ്ങനെ സമീപിക്കണം എന്ന് മനസ്സിലാക്കാതെ അതിൽ വീണു പോകാനുള്ള ആ സാധ്യത അവരുടെ സയൻറ്റിഫിക് ലിറ്ററസിയുടെ അഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്.
അതായത് ഇതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് ഇതിനെ പരിശോധിക്കാനുള്ള കഴിവില്ല. അതൊരു ആ കുറച്ച് പേരുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം. അത് ആ 3 പേരുടെയോ അതുപോലുള്ള ഏതാനും കുറേ ആളുകളുടെയോ പ്രശ്നമല്ല, അത് നമ്മുടെ സമൂഹത്തിൽ പരക്കെ ഉള്ളതാണ്. നമ്മളിൽ പലരും ആ സാഹചര്യത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ, ഇതുപോലെ ചെയ്യുമായിരുന്നോ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഇത് ഈ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ സ്വർഗത്തിലൊക്കെ നല്ല ജീവിതം കിട്ടുമെന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ വ്യക്തികളല്ല അവർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോമറ്റ് വരുമ്പോൾ, ഒരു പ്രത്യേക ധൂമകേതു വരുമ്പോൾ, 90s എൻ്റെ ഓർമ്മ, അത് മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ഒരു വെഹിക്കിളാണെന്നും നമുക്കവിടെ പോയാൽ വേറൊരു ജീവിതം സാധ്യമാണ് എന്നും പറഞ്ഞ് അമേരിക്കയിൽ ഒരു പാസ്റ്ററും 10-30 ആളുകളും ഈ കോമറ്റ് വന്നപ്പോൾ സൂയിസൈഡ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പാസ്റ്റർ വിശ്വസിപ്പിച്ചത് ഈ കോമറ്റ് നമുക്കുള്ള വാഹനമാണ്, നമുക്കതിൽ കയറിപ്പോയി വേറെ സ്ഥലത്തേക്ക് പോയി വളരെ സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ദൈവം ഒരുക്കുന്നതാണ്, അവിടേക്ക് പോകാം. അങ്ങനെ കൂട്ടാത്മഹത്യ വരെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമാന സാഹചര്യത്തിൽപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും ദുരൂഹതകൾ നിൽക്കുന്ന വിഷയമാണ് എന്നുള്ളതുകൊണ്ട് ആ വാർത്തയിൽ ഇനിയും ക്ലാരിറ്റി വരാനുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലാണ് തർക്കമില്ല, ഇത്തരം ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ബേസ്ലെസ് ആയിട്ടുള്ള ക്ലെയിമുകൾ വിശ്വസിക്കുകയും അതിൻ്റെ പിന്നാലെ ഇത്രയും സമയവും എഫർട്ടും ഇടുകയും അതിൻ്റെ പുറമെ ആത്മഹത്യ പോലുള്ള സാഹസങ്ങൾക്ക് വരെ ചെന്നെത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരാൾ ട്യൂൺഡായി പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ നമ്മൾ പറഞ്ഞ ശാസ്ത്രബോധം അല്ലെങ്കിൽ റീസൺ, നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള ശേഷി നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും അവർ ഡോക്ടർ ദമ്പതികളാണ്, അതിൽ അവർ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവർ തന്നെ ഇത് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ നമ്മളതിനെ അപലപനത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ ഡോക്ടർ എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ആളാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങളെ സമീപിക്കുക എന്ന് പറയുന്നത് ഓരോ പ്രശ്നത്തിലും ആ സമീപനം നമ്മൾ പുലർത്തേണ്ടതുണ്ട്, ബോധപൂർവ്വം പുലർത്തേണ്ടതുണ്ട്, അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് സയൻസ് പാഠപുസ്തകത്തിൽ പഠിച്ചതുകൊണ്ടോ സയൻറ്റിഫിക്കായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ പഠിച്ചു വെച്ചിരുന്നത് കൊണ്ടോ അത് ഉപയോഗിച്ചതുകൊണ്ടോ പോലും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും അത് പ്രയോഗിക്കാൻ കഴിയണമെന്നില്ല. ആ പ്രയോഗിക്കേണ്ടതിൻ്റെ സാങ്കത്യം നമുക്കൊരു അവബോധമായിട്ടുണ്ടാകുകയാണ്. അതൊരു സാമൂഹികമായിട്ടൊരു അവബോധം കൂടിയാണ്. അതിൻ്റെ കുറവ് സമൂഹത്തിൽ പരക്കെ ഉള്ളതാണ്. അതിൽ ഇത്തരം പ്രത്യേകിച്ച് 3.5 കോടി മനുഷ്യരുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ കേരളം എന്ന് പറയുന്നത്. അതിൽ 1% പേർക്ക് അത്തരം റിസ്ക് ചെയ്യാൻ തോന്നിയാൽ പോലും അത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് അറിയാം. അപ്പോൾ അത്രയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉള്ളതുകൊണ്ട് അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അതിന് പിന്നിൽ അവരെ കൊണ്ടെത്തിച്ചതിൽ നമ്മുടെ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം എന്ന് പറയുന്നൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് അഭിമുഖീകരിക്കേണ്ട പ്രശ്നം തന്നെയാണ്.